പാകിസ്ഥാൻ മലേഷ്യയോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അതായത് മലേഷ്യ നമ്മൾ മുസ്ലിം രാജ്യങ്ങളാണല്ലോ. അപ്പോൾ ആ ഇന്ത്യ അങ്ങോട്ട് വരുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള എന്തൊക്കെയോ പറയാൻ വേണ്ടിയാണ് വരുന്നത്. 10 പ്രോഗ്രാമുകളാണ് നിങ്ങളുടെ രാജ്യത്ത് അവർ പ്ലാൻ ചെയ്യുന്നത്. മലേഷ്യ നമ്മളൊന്നുമില്ലെങ്കിൽ ഒരേ മതക്കാരൊക്കെ അല്ലേ, നിങ്ങളതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു പരിപാടി നടത്തരുത്. ഇന്ത്യക്കാരുടെ 10 പരിപാടി നടത്താൻ നിങ്ങൾ സമ്മതിക്കരുത്. പണ്ട് നിങ്ങൾ UN കാശ്മീരിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരിക്കൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ വീണ്ടും കാണേണ്ടതാണ്, മറക്കരുത്. നമ്മൾ ഒരേ മതക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടുപ്പം നമ്മളോട് കാണിക്കണം. ഞങ്ങൾ ഇസ്ലാമിക രാജ്യമാണ്, അവരങ്ങനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാൻ മലേഷ്യയോട് ഒരു അഭ്യർത്ഥന നടത്തി. ഈ പണ്ടത്തെ കാര്യം പറഞ്ഞപ്പോഴാണ്, പണ്ട് ഇതുപോലെ മലേഷ്യ തുർക്കിയോടൊപ്പം ചേർന്ന് UN ഇന്ത്യക്കെതിരെ കശ്മീർ വിഷയത്തിൽ ഒരു നിലപാടെടുത്തത് കാരണം വളരെയധികം ബുദ്ധിമുട്ടി. ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ മോശമായി. പിന്നീട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ റിലേഷൻ ഒന്ന് മെച്ചമായിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ മലേഷ്യക്ക് നല്ല ഓർമ്മയുണ്ടാവും. ഇപ്പോൾ ഇന്ത്യയുടെ ഡെലിഗേഷൻ മലേഷ്യയിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചപ്പോഴാണ് പാകിസ്ഥാൻ ഇടങ്കോലുമായിട്ട് വന്നത്. പക്ഷേ ഇത്തവണ പാകിസ്ഥാൻ പറഞ്ഞത് കേൾക്കാൻ മലേഷ്യ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തെ എല്ലാ ബഹുമതികളോടും കൂടി മലേഷ്യ സ്വീകരിക്കുകയും ചെയ്തു. ഇത് വലിയ നാണക്കേടാണ് ഇപ്പോൾ പാകിസ്ഥാന് ഉണ്ടാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ മാക്സിമം ശ്രമിച്ചു ഇന്ത്യൻ ഡെലിഗേഷൻ്റെ വിസിറ്റിനെ തടയാൻ വേണ്ടിയിട്ട്. അതായത് അവിടെ ഇന്ത്യ പോകുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടുന്ന ടീമാണ് മലേഷ്യയിലേക്ക് പോയിരിക്കുന്നത്. ഇന്തോനേഷ്യയും മലേഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കായിരുന്നു അവരുടെ യാത്ര. ജപ്പാനിലും അവരാണെന്ന് തോന്നുന്നു പോയത്. അപ്പോൾ മലേഷ്യയിൽ ഇത് അവസാനിപ്പിക്കാനായിട്ടാണ് എത്തുന്നത്. എന്ന് വെച്ചാൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ടീമിൻ്റെ. മലേഷ്യ ഇന്ത്യയുമായിട്ട് സമീപകാലത്ത് നല്ല ടേംസിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ പോലും വാങ്ങാനൊക്കെ സാധ്യതയുള്ള രാജ്യമാണ്. പക്ഷെ അവരെ മതം പറഞ്ഞ് ചാക്കിടാനായിട്ട് പാകിസ്ഥാൻ ശ്രമിച്ചു. എത്ര ദുഷ്ടത്തരമാണ് ഈ രാജ്യം കാണിക്കുന്നത് ആലോചിച്ച് നോക്കണം. പാകിസ്ഥാൻ അവരുടെ നിലനിൽപ്പിന് മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളടക്കം തീവ്രവാദികളാക്കി മാറ്റി പരിശീലനം കൊടുത്ത്. ഇന്ന് അവർ കാരണം തന്നെ പാകിസ്ഥാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിന് പുറമെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ മതമെടുത്ത് പ്രയോഗിക്കുകയാണ്. മലേഷ്യയിലുള്ളതിനേക്കാൾ കൂടുതൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ത്യയിലുണ്ട്. ചിലപ്പോൾ പാകിസ്ഥാനിലുള്ളതിനേക്കാൾ കൂടുതൽ ഇന്ത്യയെ കാണും. പക്ഷേ എന്നാലും ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മതം പറഞ്ഞുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ടുള്ള നീക്കങ്ങൾക്കാണ് എപ്പോഴും പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമിക്കുന്നത്. പക്ഷെ പഴയതുപോലെ ഇപ്പോൾ അത് വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഇന്ത്യൻ പ്രതിനിധി സംഘം മലേഷ്യയിലെത്തി. അവരുടെ സ്പീക്കർ അടക്കം ഓരോ ടീമുകളെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 പ്രോഗ്രാമുകളിലും ഇന്ത്യയുടെ സംഘം പങ്കെടുക്കുമെന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യങ്ങളെ കൂടെ നിർത്താമെന്നുള്ള പാകിസ്ഥാൻ്റെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ്. കാരണം എല്ലാ കാലവും എല്ലാ രാജ്യങ്ങളും മതം പറഞ്ഞ് ഇങ്ങനെ കൂട്ടുകൂടാൻ വരില്ല എന്ന തിരിച്ചറിവ് പാകിസ്ഥാൻ ഉണ്ടാക്കി കൊടുക്കും. ഈ സംഭവം എല്ലാ രാജ്യങ്ങളും തുർക്കിയെ പോലെ അധപ്പതിച്ചിട്ടില്ല എന്നും പാകിസ്ഥാൻ മനസ്സിലാക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.